ചൂടിനെ ചെറുക്കാൻ പല മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഈ കൊടും ചൂടിൽ നിന്ന് അല്പം ആശ്വാസമേകുന്ന ചില പാനീയങ്ങളുണ്ട് ഡൽഹിയിലെ നിരത്തുകളിൽ. ഉഷ്ണത്തെ അതിജീവിക്കാനുള്ള ഉത്തരേന്ത്യക്കാരുടെ ചില രസക്കൂട്ടുകൾ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് പരിചയപ്പെടുത്തുകയാണ് റൈഡിംഗ് റിപ്പോർട്ടർ ബൽറാം നെടുങ്ങാടിയാണ് ആ സ്പെഷ്യൽ റിപ്പോർട്ടുമായി ഇനി എത്തുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയായി ഉത്തരേന്ത്യ തിളച്ചുമറിയുകയാണ്. ഡൽഹിയിൽ താപനില 50 ഡിഗ്രിയും പിന്നിട്ടിരിക്കുന്നു. എന്നാൽ ചൂടായാലും തണുപ്പായാലും അത് ആസ്വദിക്കുന്നവരാണ് ഡൽഹിക്കാർ. തണുപ്പ് കാലത്താണ് ഡൽഹിയിൽ ഐസ്ക്രീം ഏറ്റവും കൂടുതലായി ചെലവാകുന്നത്. അതുപോലെ ചൂടിനെ അതിജീവിക്കാനും ചില രുചിക്കൂട്ടുകളുണ്ട് ഡൽഹിക്കാരുടെ കൈവശം. അവയെ പരിചയപ്പെടാം നമുക്കിനി. വേനൽക്കാലം ഡൽഹിയിൽ മാമ്പഴക്കാലം കൂടിയാണ്. പച്ചമാങ്ങ നീരും ചില രുചിക്കൂട്ടുകളും ചേർത്ത ആം കാ പന്ന എന്ന പാനീയവുമായി രാജസ്ഥാനിൽ നിന്നുള്ള കച്ചവടക്കാർ ഡൽഹിയുടെ തെരുവുകൾ കീഴടക്കും. വേനൽക്കാലമായപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയ രാജസ്ഥാൻ കച്ചവടക്കാരനാണ് ഇദ്ദേഹം. आपका नाम क्या है जी? मेरा नाम जितेंद्र गुप्ता है, खड़ी खंबा। राजस्थान से आए हो? राजस्थान जयपुर अमरूदों वाले बाग विधानसभा सर्किल के पास। स्पेशल आम का पन्ना बन रहा है। हाँ जी, कच्चा आम हिंग का पानी, ये आयुर्वेदिक होता है, पेट में दर्द, गैस, कब्ज, पथरी, सांस की बीमारी को दूर करता है। इसका नाम है हुलुलुलुलुलुलु। ഇതാണ് രാജസ്ഥാൻ സ്പെഷ്യൽ ആം ക പന്ന. മാങ്ങാ നീര്, ഒപ്പം തന്നെ പുളി, നാരങ്ങ, ജീരകം അടക്കമുള്ള ഒട്ടേറെ ചേരുവകൾ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. പുളി ആണ് ഇതിൻ്റെ ഒരു രുചി എന്നുള്ളത്. ചിലർ ഇത് തന്നെ മധുരമുള്ള ആംകി പന്നിയും ഡൽഹിയിൽ പലയിടത്തും വിതരണം ചെയ്യുന്നുണ്ട്. ഇത് ദഹനത്തിനും ഒപ്പം തന്നെ മറ്റ് ഒട്ടേറെ ശാരീരികമായ ഈ ചൂടുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന അസുഖങ്ങൾക്കും ഒരു ഉത്തമ ഔഷധം കൂടിയാണ് ഇത് എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. ഇത് ശരിവെക്കുന്ന തരത്തിൽ ഒട്ടേറെ പേർ ഓരോ ദിവസവും ഇവരുടെ അടുത്തെത്തി എല്ലാ ദിവസവും ഇത് ഓരോ ഗ്ലാസ് കുടിക്കുക എന്നത് ശീലമാക്കിയ ഒട്ടേറെ പേർ ഡൽഹിയിൽ നമുക്ക് കാണാൻ കഴിയും. ഡൽഹിയിലെ സാധാരണക്കാരുടെ ദാഹശമനിയാണിത്. പേര് ബേൽ കി പത്തർ. ഹിന്ദിയിൽ പേര് കുറച്ച് കടുപ്പമാണെങ്കിലും ഇത് നമ്മുടെ സാധാരണ കുവളത്തിൻ്റെ കായാണ്. ഡൽഹിയിൽ ഈ കുവളക്കായ്ക്ക് ഇങ്ങനെ ചില ഉപയോഗങ്ങളൊക്കെയുണ്ട്. ഡൽഹിയിൽ ഇത് ബീഹാർ, ഉത്തർപ്രദേശ് ഒപ്പം തന്നെ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കുവളക്കായ ഡൽഹിയിലെ മാർക്കറ്റുകളിൽ എത്തുന്നത്. बेल पत्तर का जूस बनाते हैं। कैसे बनाते हैं? इसमें पानी डालते हैं, चीनी डालते हैं, बर्फ डालते हैं। बस सिंपल है, सिंपल ये बहुत टेस्टी भी। ഈ ചൂടുകാലത്ത് മാത്രമാണ് ഇതുപോലുള്ള കച്ചവടക്കാർ ഡൽഹിയിലെ തെരുവുകളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. ഇതുപോലെ ഒട്ടനവധി ചൂടുകാലത്ത് മാത്രം കാണുന്ന ചില വിഭവങ്ങൾ ഡൽഹിയിലുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡൽഹിയിൽ ഈ ബേൽപത്തറിൻ്റെ ജ്യൂസ് എന്നുള്ളത്. ഇതുപോലെ ഒട്ടനവധി പാനീയങ്ങളായാലും ചൂടുകാല ഭക്ഷണ പദാർത്ഥങ്ങളായാലും നമുക്ക് ഡൽഹിയിൽ കാണാൻ കഴിയും. ഇനി മറ്റൊരു ഐറ്റം ഡൽഹിയിലെ നമുക്ക് പരിചയപ്പെടാം. ഡൽഹിയിൽ ചൂടുകാലത്ത് മാത്രം കാണുന്ന ഒരു കൗതുക കാഴ്ച കാണാം ഇനി. റോഡ് സൈഡിൽ ഈ ഉന്തുവണ്ടിയിൽ വലിയ കലം, അത് ചുവന്ന തുണി ചുറ്റിവെച്ച് അതിൻ്റെ അരികുകളിൽ പുതിനയില കെട്ടിവെച്ച് കാണാം. ഇത് ജൽജീരയുടെ കച്ചവടമാണ്. ഡൽഹിയിൽ ഈ ചൂടുകാലത്ത് ഏറെ പ്രിയങ്കരമായ ഒന്നാണ് ജൽജീരയും. ഒട്ടേറെ മസാലക്കൂട്ടുകൾ ചേർത്താണ് ഈ ജൽജീര. ദാദാ, आपका नाम? रमेश। क्या बेचता है? जलजीरा।
कैसे बनाते हैं जलजीरा? आम डालते हैं, नींबू डालते हैं, पुदीना डालते हैं। आजकल गर्मी में बहुत चलता है जलजीरा। रोज नहीं चलता है, कभी 200 कभी 250 ऐसे। നൂറുകണക്കിന് പേർ ഈ ഓരോ ദിവസവും തൻ്റെ കയ്യിൽ നിന്നും ജൽജീര വാങ്ങി കുടിക്കാൻ എത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പുതിനയില, ജൽജീര മസാല, പച്ചമാങ്ങ ഉണക്കി പൊടിച്ച പൊടി എന്നിവ ചേർത്താണ് ഈ ഒരു പാനീയം നിർമ്മിക്കുന്നത്. ഡൽഹിയിലെ ചൂടുകാലത്തെ മറ്റൊരു പ്രിയങ്കരമായ പാനീയമാണ് ജൽജീര. ഇതുപോലെ ഇനിയും ഒട്ടേറെ പാനീയങ്ങൾ ഡൽഹിയിലുണ്ട്. വേനൽക്കാലമായാൽ ഉത്തരേന്ത്യയിലെ സുലഭമായ കാഴ്ചയാണ് കരിമ്പിൻ ജ്യൂസിൻ്റെ കച്ചവടക്കാർ. നാരങ്ങയും ഉപ്പും പുതിനയും ഒക്കെ ചേർത്ത ഒരു കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ടാകാം ഇനി ബാക്കി. ദാദാ 3 गन्ना का जूस देना. ഡൽഹിയിൽ ചൂടുകാലത്ത് കാണുന്ന മറ്റൊരു പാനീയമാണ് ശിക്കഞ്ചി. പേരിൽ കുറച്ച് കൗതുകമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നാടൻ നന്നാരി സർബത്തിൻ്റെ ഏതാണ്ട് രൂപമാണ് ശിക്കഞ്ചിക്ക്. ഭയ്യ 3 शिकंजी दे. कैसे बनाते हैं शिकंजी? सर नींबू से, पानी से और शिकंजी से. പേര് കൗതുകരമാണെങ്കിലും നമ്മുടെ നാടൻ നന്നാരി സർബത്തിൻ്റെ ഏതാണ്ട് അതേ രുചി തന്നെയാണ് ശിക്കഞ്ചിക്ക്. ഇത്തരത്തിൽ കൗതുകകരമായ പേരും സ്വാദുമുള്ള ഒട്ടേറെ വിഭവങ്ങൾ ഡൽഹിയുടെ തെരുവുകളിൽ നമുക്ക് കാണാൻ കഴിയും. അവയെല്ലാം വഴിയെ പരിചയപ്പെടാം. ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.